എങ്ങനെയാണ് സ്മാർട്ട് സ്റ്റഡി അബ്രോഡിലേക്ക് എത്തിയത്? +2 കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തു പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കുറെ ഏജൻസികൾ അന്വേഷിച്ചു. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് നമുക്ക് നമ്മുടെ തൊട്ടടുത്തുമാണ്. അപ്പൊ ഞാൻ സ്മാർട്ട് ഇംഗ്ലീഷ് അക്കാദമിനെ പറ്റി കേൾക്കുകയുണ്ടായി. അപ്പൊ അവിടെ പോയി നമ്മൾ അവിടുത്തെ അഡ്മിഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എളുപ്പമായിരുന്നു അവിടുത്തെ പ്രോസസ്സിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ. ലോണിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഏജൻസിയിൽ നിന്നുള്ള ഹെൽപ്പും അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായോ? ലോൺ അസിസ്റ്റൻസും കൂടി ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായി. അപ്പൊ എനിക്ക് അത് ഭയങ്കര ഈസി ആയി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ. വിസ പ്രോസസിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്കെന്തോ ഭാഗ്യം ഉണ്ടായി വിസയുടെ കാര്യത്തിന്. കാരണം എനിക്ക് റെക്കോർഡ് ടൈമിന് വിസ കിട്ടി. ഒരു ദിവസം ഗ്യാപ്പിലാണ് എനിക്ക് വിസ വന്നത്. വിസ പ്രോസസിംഗ് ആയാലും ഒരു ഡിലേ ലാബില്ലാണ്ട് എനിക്ക് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നു. അപ്പൊ നിന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഏജൻസി ഹെൽപ്പ് ചെയ്തോ അതില്? യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ ഉണ്ടായി. ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ അവര് നന്നായിട്ട് തന്നെ തന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റി. അവര് മോക്ക് ടെസ്റ്റും കണ്ടിന്യൂസ് ആയിട്ട് തന്നു. ഏറ്റവും എല്ലാവരുടെയും പാട് ഇന്റർവ്യൂ ആണ്. അപ്പൊ അതെനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഇതേപോലെ തന്നെയായിരുന്നു. ഏജൻസിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുറെ മോക്ക് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അതിന് നല്ലോണം ഹെൽപ്പ് ചെയ്തു. എനിക്കും പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി. ഏജൻസിത്തെ കൗൺസിലേഴ്സിനെ പറ്റി എന്താ അഭിപ്രായം? എന്റെ പൊന്നി, അവരുടെ കാര്യം പറയാതെ ഇരിക്കാൻ വയ്യ. കാരണം ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങൾക്കും അവർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഓരോ കാര്യങ്ങളെ പറ്റിയും പ്രത്യേകം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്നു. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കേസൊന്നും ഉണ്ടായില്ല. എല്ലാം ക്ലിയർ ആയി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. അപ്പൊ അവർ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു.